നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അല്ല, സത്യം എന്തിനാ ഇപ്പൊ വിളിച്ചത്? നീ ഇവിടെ താമസം തുടങ്ങിയില്ലേ? ഇവിടെയുള്ളവർ എങ്ങോട്ടെങ്കിലും പോകുമ്പോഴേ അത് പറഞ്ഞിട്ട് പോകണം. കുട്ടികളായാലും മുതിർന്നവരായാലും. ശരി സത്യാമ്മേ. എന്താ രാഘവേട്ട, പപ്പിമോള് തിരിച്ചു വന്നില്ലേ? അല്ല പാമേ, ഞാനൊരു ജീവിയുടെ കാര്യം ആലോചിക്കുമായിരുന്നു. ഏത് ജീവിയുടെ കാര്യം? ഏതോ ഒരു ജന്തുവിന്റെ വാല് 12 കൊല്ലം കൊള്ളിട്ടാലും നിവരില്ല എന്ന് പറയില്ലേ, അതിന്റെ കാര്യം തന്നെ. അതിന് നന്ദിയെങ്കിലും ഉണ്ട്, നിനക്കാണെങ്കിൽ അതുമില്ല. എന്താടോ? ഏയ് ഒന്നുമില്ല. പോ. അല്ല പിന്നെ നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല സത്യാമ്മേ. പപ്പിമോളെ അമ്പലത്തിലുണ്ടായിരുന്നു, ഞാൻ കൂട്ടിക്കൊണ്ട് വന്നു. കുഞ്ഞേച്ചി, ഒന്ന് ഉറങ്ങിയതായിരുന്നു. ശാലിനിയുടെ ശബ്ദം കേട്ടപ്പോഴേ എണീറ്റേ. പപ്പിമോളെ ശാലിനി അന്വേഷിച്ച് പോയെന്ന ധൈര്യത്തിലാ ഞാൻ ഇവിടെ ഇരുന്നത്. അവള് മിടുക്കിയല്ലേ, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയതാ. അല്ല, ശ്യാമയോട് വല്ലതും? പപ്പിമോളെ തന്നെ ശ്യാമ തിരിച്ചറിയുന്നില്ല, അതിന്റെ ഒരു സങ്കടം അവൾക്കുണ്ട്. നമുക്ക് എല്ലാം ശരിയാക്കാം രോഹിത്തെ. എനിക്ക് ഉറപ്പുണ്ട് ഇവളെ പഴയതുപോലെ എഴുന്നേപ്പിച്ച് നടത്താൻ പറ്റുമെന്ന്. ശാരദാമ്മയുടെ കാര്യം കുഴപ്പമില്ല. സത്യമോള് അവളോട് ഞാൻ ഗോവയിലൊരു ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നെന്നാ പറഞ്ഞേ. കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശേഷിയുള്ള കുട്ടിയാ സത്യം. പുറത്തൊക്കെ ഞാൻ ജോലി ചെയ്യുമ്പോൾ പലപ്പോഴും ക്യാമ്പ് ഓഫീസിലെ സ്റ്റാഫിനൊപ്പം ഒറ്റയ്ക്കായിരുന്നു അവള്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.